ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് കേര കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് കറി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ ഫ്രൈഡ് റൈസ് ചെയ്തതിൻ്റെ കുറച്ച് ഫ്രൈഡ് റൈസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഫ്രൈഡ് റൈസ് വെച്ചിട്ട് മീൻ ഫ്രൈഡ് റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനാവശ്യമുള്ള സാധനങ്ങൾ മീൻ ഫ്രൈ ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ വേറെ ഒന്നും എക്സ്ട്രാ ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങയുടെ നീര് കുറച്ച് 2 ടീസ്പൂൺ അതും, പിന്നെ ഞാനിവിടെ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. തവിടെണ്ണ, പിന്നെ കറിവേപ്പില, ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വറുത്തെടുക്കുന്നു. പപ്പടം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാടൻ പപ്പടമാണ്, ഒരു വീട്ടിലുണ്ടാക്കിയ പപ്പടമാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് വലിയ മായമൊന്നും ഇതിനകത്തില്ല കേട്ടോ. പിന്നെ ഇന്നലെ ഞായറാഴ്ച കാരണം കൂടുതൽ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ്. അതിൻ്റെ ബാലൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മീൻ കുറച്ച് പൊഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മീൻ കറിക്ക് വേണ്ടി വാങ്ങിയ മീനാണ് കേട്ടോ. അപ്പം വലിയ പീസല്ല, മുള്ളില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഡ്രീം വാലി റൂട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.